ചെറിയൊരു വിഷയമുണ്ട് നിന്നോട് പറയാൻ. നീ പറയാൻ വന്ന കാര്യം എന്തോന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് പിന്നെ നേരത്തെ അറിയാമായിരുന്നല്ലേ? ശരിയാടാ നീ പറഞ്ഞേ. ഇവിടെയുള്ള ഈ ചെടികളുടെ എണ്ണവും ഈ സ്ഥലവും കൂടെ അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. നിനക്കങ്ങനെ വല്ലതും ഉണ്ടോ ഈ സ്പെഷ്യലായിട്ടെല്ലാം കഴിക്കാൻ വേണമെന്ന്? ഞാൻ അത് വേണേൽ അത് ഇവിടെ നട്ട് കിളിപ്പിച്ച് നിനക്ക് തരാം. ഞങ്ങളിവിടെ ചെടിയുടെ കാര്യം പറയാനൊന്നുമല്ല വന്നേ, സിസ്റ്റോറിനായിട്ടുള്ള ഫൈറ്റിൻ്റെ കാര്യം പറയാനാണ്. എടാ സിസ്റ്റോറിൻ എന്ന് പറയുന്നൊരു ഗ്രീൻ പെപ്പർ ചില്ലിയല്ലേ? എടാ അതൊന്നും കഴിക്കില്ലിറക്കാൻ, നിൻ്റെ വയറ് പോവും. ഒന്നതിൻ്റെ വയറ് വയ്യാത്ത നീ നല്ലതെല്ലാം കഴിച്ച് പഠി. ഇപ്പോൾ മനസ്സിലായി എങ്ങനെ ഹിരാഗിയുടെ വയറ് ഇത്രയും വേദന എടുക്കുന്നതെന്ന്. ഇതാണ് ഒന്ന് രാവിലെ പ്രസംഗിച്ച ഇവിടുത്തെ ടോപ്പ് ഒമമിയ. നീ എന്താ ഇപ്പം അവനെ വിളിച്ചേ? ഒമമിയാന്നോ? ഒമമിയ സാറിന്ന് വിളിയടാ. ഇവന്മാരെല്ലാം എന്താ ഇവിടെ? പിള്ളേരെ നിങ്ങളെല്ലാം എന്താ ഇവിടെ? എന്താ കാര്യം? അങ്ങനെ നമ്മുടെ ഫൈറ്റിൻ്റെ കാര്യം പറയാൻ വന്ന നമ്മുടെ പിള്ളേരെയും വിളിച്ചിരുത്തി ഇപ്പം ചെടികളെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ഒമമിയയുടെ ജോലി. ഇതിനിടയ്ക്ക് ഈ വിഷയത്തിലെല്ലാം ചാടിപ്പെട്ടൊരു ചെറുക്കനുണ്ടായിരുന്നല്ലോ, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവനെ നമ്മുടെ സാധനം സമ്മാനപ്പെടുത്തുന്നുണ്ട്. ഇനി വിഷയമൊന്നുമില്ലടാ എന്നൊക്കെ പറഞ്ഞത്. ഇവൻ ഒരു തവണ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവന് സമാധാനം ആവുന്നതാണ് പറഞ്ഞ് അവൻ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം കണ്ടിട്ടൊരു പുല്ല് പോലെ എനിക്ക് തോന്നുന്നത്, എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. എടാ പോടാ, നീ നിനക്ക് ശ്രദ്ധിച്ച് നോക്കി, രണ്ടിൻ്റെ ഇലയും വ്യത്യാസവും, രണ്ടും വേറെ വേറെ ചെടിയാണ്. നീ ഒന്നാണ് നോക്കി, ഇല്ലേ വ്യത്യാസമല്ലേ? ഇതേപോലെ തന്നെയായിരുന്നു കാണുന്നത് രാവിലത്തെ ആ മൈക്കിൽ കൂടെ ഉള്ള സംസാരവും. ജസ്റ്റ് ലൈക്ക് എ കോമഡിയൻ, ഒരു ഫണ്ണി കായി. പക്ഷേ ഇതേ സംസാരവും എല്ലാമാണ് എല്ലാവരെയും കൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് ഹൈപ്ഡാക്കി വെച്ച്. അങ്ങനെ പെട്ടെന്നാണ് വിഷയം ഉണ്ടാക്കി ആ ചെറുക്കനാണെങ്കിൽ ചാടി എണ്ണിച്ച്. അവൻ്റെ പേര് സസാക്കി എന്ന് എനിക്കിപ്പോൾ ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിന്ന് കാണുന്ന കാര്യങ്ങളിൽ എൻ്റെ ഭാഗത്തിലേക്കൊന്ന് ക്ലിയറായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സിറ്റിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു കള്ളനോടി രക്ഷപ്പെടുന്ന കണ്ടു. ആ കള്ളൻ്റെ പുറകെ ഓടി അവനെ പിടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഞാൻ അറിയുന്നതിന് മുമ്പേ തന്നെ ഞാൻ സിസ്റ്റോറിയൻ്റെ ടൗണിനകത്ത് കയറി കഴിയും. എന്നെ കണ്ടപ്പോൾ തന്നെ അവരുടെ എൻ്റെ അടുത്ത് ചേസ് ചെയ്യാനും എന്നെ പിടിക്കാനും ഒക്കെ തുടങ്ങി. പക്ഷേ തലനാഴി ഇടയ്ക്കൊക്കെ രക്ഷപ്പെട്ട് വന്നപ്പോഴും എന്നെ പിടിക്കാറിഞ്ഞെത്തിയപ്പോഴത്തേന് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ രക്ഷിച്ചു. എനിക്കറിയില്ല എങ്ങനെ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന്. പക്ഷേ ഞാൻ എപ്പോഴും ഫോർട്ടിലെ നിങ്ങളെ കൂട്ടാവണമെന്നും നിങ്ങളെ എൻ്റെ ഹീറോസാക്കി വെച്ചുകൊണ്ടിരുന്നതാണ്. എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ടൗണിനെ ഹെൽപ്പ് ചെയ്യണമെന്നും വിചാരിച്ചിരുന്നത് ഞാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാനത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ എല്ലാം കൈവിട്ടുപോയി. ഞാൻ കാരണം സിസ്റ്റോറിനും ഫോറിനും കൂടെ തമ്മിൽ ഇപ്പോൾ ഒരു വാറ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ശരിക്കും ഞാനല്ലേടാ നിന്നോട് നന്ദി പറയണ്ടേ? നീ എൻ്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി പോയപ്പോഴല്ലേ നിനക്കെല്ലാം പറ്റിയേ? ശരിക്കും ഞാൻ എന്നോട് താങ്ക്സ് പറയണ്ടേ? മോനൊന്നും പേടിക്കണ്ട, ഇനിയല്ലേ ചേട്ടൻ നോക്കിയോളാം. അല്ല സസക്കി, ഈ പിള്ളേരിൽ നിന്നെ എങ്ങനെ രക്ഷിച്ചേ? അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഓടി ഇപ്പുറത്ത് വരാൻ പറ്റാതെ നിലത്തേക്ക് വീരാൻ പോയപ്പം പെട്ടെന്ന് ഇവർ കയറി അവൻ്റെ മോന്തക്കിട്ട് ചവിട്ട് കൊടുത്ത്. എൻ്റെ പൊന്നെ, ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ. അയ്യോ, എനിക്കല്ലെങ്കിൽ അറിയാൻ അവരോട് സംസാരിച്ചിട്ടൊരു കാര്യമില്ലെന്ന്. നീയൊക്കെ ചെയ്തത് നന്നായിടാ, നന്നായി. ഞാനും അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. വെറുതെ നാണം കെട്ട് അവിടെ നിന്നതല്ലാതെ. കണ്ട് ഇവൻ എപ്പോഴും എങ്ങനെയാ? എടാ ഞാൻ നിന്നോട് ഇവരെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടിട്ട് അടിയിടാതിരിക്കാനാ. അല്ലെ തന്നെ എന്തുകൊണ്ടെങ്കിലും എടുത്തിൻ്റെ തലയിൽ വെച്ചോളും. ഇപ്പം തന്നെ കണ്ട് ഞാൻ ഈ പറഞ്ഞുകൊണ്ടുണ്ട് നിൻ്റെ ഇത്രയും നല്ല മേനെടുക്കാൻ തുടങ്ങുന്നു. ഇവിടെ അത് പോട്ടെ. ബൈ ദ വേ, ഈ ഫൈറ്റ് കൺഫേം ചെയ്ത നമ്മുടെ സാക്കുറായ മിണ്ടായിരിക്കടാ. ഇതൊക്കെ നിന്നെ നീ ഇവിടെ പറഞ്ഞേ. സോ അപ്പം നീയാണ് ഇതിനെല്ലാം വിഷയക്കാരനല്ലേ? അത് പിന്നെ അവന്മാരെ തന്നെ വലിയ പവർ ആതാന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ വീക്കായിട്ടുള്ളവരെ എടുത്തിട്ട് അടിച്ചാണോ അവന്മാർ വലിയ പവർ തെളിയിക്കുന്നത്? അത്ര ഞാനും പറഞ്ഞോളാം. അപ്പോൾ വലിയ അടിയും വെള്ളമായി ഞാൻ ചെയ്യാൻ. അതല്ലെങ്കിലും ശരിയാ, ഈയിടെയായിട്ട് ആ ഗ്യാങ്ങാണെ വല്ലാതെ അങ്ങ് വൃത്തികേടായിക്കൊണ്ട് വരിക. അവർ ഈ പവറാന്ന് പറഞ്ഞാൽ അവരെ തന്നെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം നീ മെയിൻ സ്ട്രീറ്റിൽ കാണിച്ചു കൂട്ടിയ ഓരത്തി ഞാൻ അറിഞ്ഞായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ആൻഡ് താങ്ക്സ് ഡാ, നീ ഓരോ തവണയും വീണ്ടും നീ എൻ്റെ ഫാമിലി രക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ കോച്ചാരൊക്കെയാണെങ്കിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ അവറേജ് കോച്ചാരോ മൂവ്മെൻറ്റ് കണ്ട് ഈ വാം ഫീൽ എന്തോ എനിക്ക് തോന്നുന്നേ. എനിക്കിപ്പോൾ മനസ്സിലായി എല്ലാവരും എന്തുകൊണ്ടാണ് ഈ ഉമ്മയുടെ കൂടെ നിൽക്കുന്നതെന്ന്. ശരിക്കും അവൻ്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു സേഫായിട്ട് ഒരു വാമായിട്ടുള്ളൊരു ഫീൽ തോന്നും. അതിന് നീ എപ്പോഴാടാ എൻ്റെ ചേട്ടനായേ? അത് പിന്നെ ഞാൻ ഫോറിലെ എല്ലാവരെയും എൻ്റെ ഫാമിലിയെ പോലെ ഞാൻ കാണുന്നത്. അതാ അപ്പോഴേക്കും നമ്മുടെ ഹിരാഗി കാജിയുടെ ഫോൺ കോൾ വരുന്നത്. നമ്മുടെ ഹിരാഗി പറയും, കാജി, ഹലോ കാജി. അപ്പോൾ ഒറ്റൊരു വാക്ക് ഞാൻ തിരിച്ചുകൊണ്ട് പറയത്തുള്ളൂ,
സ്റ്റോറി അവിടെ നിന്ന് ആ കോള് കട്ടാവുക. പെട്ടെന്ന് ഐസ് പുറത്തുനിന്ന് ആരോ ഒരാൾ ഹലോ 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 ഫ്യൂറിലെ എല്ലാവരോടും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ എന്താ നിങ്ങളുടെ ആൾക്കാരെല്ലാം അടിച്ചിട്ട് ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ. ഇതാരാ ഗൈസ്? സാക്ഷാൽ സിസ്റ്റോറിൻ്റെ ടോപ്പ് 1 സാക്ഷാൽ ടോമിയാമ. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു റിലീസാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്രഷൻ ചെയ്യാൻ പോകുന്നത് വിൻ ബ്രേക്കർ എപ്പിസോഡ് 4 ദി ക്ലാഷ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇൻട്രോയ്ക്ക് തൊട്ടും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഇനിയുള്ള എൻ്റെ മിക്ക വീഡിയോ എങ്ങനെയായിരിക്കും ഇൻട്രോയ്ക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻട്രോ പറയത്തുള്ളൂ. സോ അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആൻഡ് ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ വാർ തുടങ്ങി എന്ന് വെച്ചാൽ വാറിനുള്ള ആരംഭമെല്ലാം ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇന്നാണ് വാർ തുടങ്ങി തീരുമാനിച്ചെല്ലാമായി ഫൈറ്റ് ഫിക്സായി. നാളെയാണ് നമ്മൾ ഇരിക്കുന്നത്. യെസ് ഗൈസ്, അപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. സോ എന്നോട് പല ബ്രോയും കമൻറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു, ബ്രോ ആ ക്യാരക്ടറായിട്ട് സംസാരിക്കാൻ നോക്ക്, ക്യാരക്ടറെ പോലെ വിചാരിച്ച് ക്യാരക്ടറിൻ്റെ പോലെ ശബ്ദത്തിലും കട്ടിക്കുമ്പോൾ സംസാരിക്കാൻ നോക്കാൻ പറഞ്ഞു. ഞാനത് മാക്സിമം ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല ബ്രോ പറഞ്ഞതനുസരിച്ച് ആവത്തില്ല. ആൻഡ് സ്റ്റിൽ ഐ എം ട്രൈ ടു ഡു മൈ ബെറ്റർ. സോ നമുക്കിന്ന് ആ വിൻ ബ്രേക്കർ എപ്പിസോഡ് 4 കിടന്നാലോ. സോ ഇറ്റ്സ് മീ എക്സ്പ്ലെയിനർ മിസ്റ്റർ ആലൻ. അന്ന് അപ്പം കണ്ടത് സെക്കൻഡ്, അപ്പം ഇപ്പം നിൽക്കുന്ന ലീഡർ. എടാ മറ്റവനെക്കാളും പവർഫുൾ ഇവനല്ലേ, എനിക്ക് ഇവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. നമുക്കറിയാമല്ലോ സാക്കുരയുടെ സ്വഭാവം, ഏത് സ്ട്രോങ് ആയിട്ടുള്ള വാര്യയെ കണ്ടാലും അവൻ അപ്പം ഇടിച്ച് ശരിയാക്കണം. അപ്പം തന്നെ അവൻ അൾട്രാ ഇൻസ്റ്റീം മുകളിലേക്ക് പോകുമായിരുന്നു. ബട്ട് പെട്ടെന്ന് അവനെന്തോ ഒരു ബാഡ് ഫീലിംഗ് തോന്നി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ അഴിയാകിയും ഉമ്മയും കൂടെ അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് യു നോ, ആൻഡ് ഉമ്മി ആ ചേഞ്ചസ് ക്യാരക്ടർ, ഇറ്റ്സ് സോ ഡെഡ്ലി. അങ്ങനെ താഴെ അവിടെ ചെന്നപ്പോൾ അവനും താഴത്തേക്ക് ഇറങ്ങി ഇവനോട് വരാൻ നിന്നപ്പോൾ ഉമ്മ പറയും, എല്ലാവരും അവിടെ നിൽക്കുക, ഇതൊരു ഫൈറ്റാണ്, അപ്പോൾ അമ്മക്കെല്ലാം ഫൈറ്റ് ചെയ്യാം, ഇനി ഞങ്ങളെ മാറ്റി നിർത്തുന്നത് എന്തിനാ? അതിന് ഉമ്മ ഒറ്റക്കാരേ പറഞ്ഞുള്ളൂ, ഞാൻ വീണ്ടും പറയത്തില്ല നിന്നോട്. അത് കേട്ടവിടെ നമ്മുടെ സാക്കുറ പോലും ഒന്ന് പേടിച്ചു പോയി. നിനക്കറിയാമല്ലോ നമ്മുടെ സാക്കുറയുടെ ആ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ പേടിപ്പിച്ച് കളഞ്ഞവൻ. അവനവിടെ നനങ്ങാൻ പറ്റുന്നില്ല. ഇതെന്നോട് കുറച്ച് മുമ്പ് തമാശ പറഞ്ഞ അമ്മൂമ്മ തന്നെയാണോ ഇത്? പെട്ടെന്ന് നീക്ക് എന്തോ പറ്റി? സോ ടോജി, നിൻ്റെ വഴി ഞങ്ങൾക്ക് വേണ്ട എന്തോന്ന് നിൻ്റെ കയ്യിലുണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്, എൻ്റെ തന്നെ ഉണ്ട്. നിൻ്റെ ആൾക്കാർ അവിടെ നിന്ന് ഇവിടം വരെ ഞാൻ ഇടിച്ച് എൻ്റെ സമാധാനമാവുന്നിടം വരെ അളിയാ അതെ തന്നെ അടിച്ചുകൊണ്ടിരുന്നത്. എന്തേ എനിക്കിഷ്ടപ്പെടില്ലേ? എന്താടാ നിനക്ക് ബ്ലഡ് ഇളകുന്നുണ്ടോ? നിനക്ക് എന്നെ അടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? എന്നാ വാടാ, നീ 1-on-1 വാ. എന്താടാ നിനക്ക് പേടിയാണോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിമയാണെങ്കിൽ കൊച്ചിറക്കനാണ് കിടന്ന് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ സോറി, അവൻ കൊച്ചിറക്കനാന്ന് പറഞ്ഞാലും ഹീസ് സോ പവർഫുൾ. നമ്മുടെ ഇനിമയാക്കിയതൊക്കെ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവനിങ്ങനെ എടുത്തിയാടൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ചോജിയാണെങ്കിൽ ഇനുമിയെ അടിക്കിറക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുമുണ്ട്. ആദ്യം ഞങ്ങൾ അതിനകത്ത് കയറി വന്ന് വിഷയം ഉണ്ടാക്കി, അത് സമ്മതിച്ചു. പക്ഷെ നീ ആരോടും ചോദിക്കാതെ ഇതിനകത്ത് കയറി വന്ന് ഇത്രയും പേരെ അടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നീ തുല്യരായി കഴിഞ്ഞു. അത് ശരിയാണല്ലോ, ഞാൻ ആ കാര്യം വിട്ടുപോയി. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ചോജി പുറകോട്ടേക്ക് പോയിട്ട് ആഞ്ഞു വന്നു അവിടെ ഒരു കിക്ക് കൊടുക്കും. നമ്മുടെ ഉമ്മയായാലും ഫുള്ളൊരു പുക വൈബ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഉമ്മയെ സിമ്പിളായിട്ട് ഒരു വിഷയമില്ലാതെ അടി ബ്ലോക്ക് ചെയ്തു. വാ, എന്നാ സ്മൂത്തായിരുന്നു. ആൻഡ് ടോജി അതേണ്ടാണ് ഇമ്പ്രസ്ഡുമായിട്ട് ഇരിക്കുക. എടാ വാടാ, ഞാൻ നിന്നെ ആദ്യം അടിച്ചും കഴിഞ്ഞു, ഇപ്പം ഞാനല്ലേ നിന്നെക്കാട്ടി മുകളിൽ നിൽക്കുന്നത്. ഇനി നിനക്ക് ഫൈറ്റ് ചെയ്തല്ലേ പറ്റൂ, ഇനി നമ്മൾ പരപരം അല്ലല്ലോ. നിനക്ക് ഇത്രയും ഫൈറ്റ് ചെയ്യണമെന്ന് അത്ര നിർബന്ധം എന്തുവാ? ഞാനിവിടെ ഫൈറ്റ് ചെയ്യാനല്ല വന്നത്, ഞാനിവിടെ നിനക്ക് വേണ്ടിയാണ് വന്നത്. നിന്റെ ഫോറിനും എനിക്കെടുക്കണം. എൻ്റെ ഗ്യാങ്ങിൽ എന്ന് തൊട്ട് ഞാൻ ലീഡറായോ അതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫണ്ണായിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ അതേ സമയത്ത് നിന്നെ നോക്ക്, നീ ആണെങ്കിൽ എപ്പോഴൊക്കെ ഞാൻ പൊട്ടന്മാർ റൂട്ട് കിടന്ന് ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും ഇരിക്കുക.
ഞാൻ മാത്രം അവിടെ ബോറടിച്ചിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇല്ലാതാക്കി നിൻ്റെ ഫ്യൂറിനെ എടുത്ത് എൻ്റെ ഗ്യാങ്ങാക്കി എനിക്ക് അവരോട് ചിരിക്കണം. ഓ, അപ്പോൾ ഇതാണ് നിൻ്റെ വിഷയം. നീ ഒരു പാട് പിടിച്ച സമയത്തോടെ പോകുന്നത്. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. നീ എന്ത് വേണേ ഞങ്ങളുടെ കമാൻഡറിൻ്റെ അടുത്ത് ചിലച്ചോണ്ടിരിക്കുന്നേ? അവനെ വല്ലതും പറഞ്ഞ് നീ മാറ്റാൻ നോക്കുവാണോ നീ? നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ കാര്യം? ഞങ്ങളുടെ ബോസ് ഇതേപോലത്തെ ഒരു ടൗണിൽ കയറി ഒറ്റയ്ക്ക് കയറി അടിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ എങ്ങനെ അവിടെ വെറുതെ നിൽക്കും? അത് ഞങ്ങളുടെ കടമയല്ലേ ബോസ് സഹായിക്കുക എന്നുള്ളത്. ഇതുകൂടാതെ ബോസ് എവിടെ ചെയ്യാനാ? കഥ പറഞ്ഞ് ഫുള്ള് ആകുന്നതിന് മുമ്പേ ബോസ് ഇറങ്ങി ഒറ്റ ഓട്ടോ വെക്കണം. ബോസ് ഒരു കാര്യം ഫുള്ള് കേൾക്കാൻ പഠിക്കണം. അങ്ങനെ പുറയുന്ന നമ്മുടെ പിള്ളേരാണെങ്കിൽ മമ്മിയുടെ അടുത്തേക്ക് വന്ന് ഇരിക്കും. മമ്മിയാരണ്ടി ചോദിക്കും, ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലേ പുറകെ ഇരിക്കാൻ. ഞാൻ ഇവിടെ ചുമ്മാ നിങ്ങളുടെ സംസാരവും വണ്ണൊന്നും തടയാൻ വന്നതല്ല. ജസ്റ്റ് ഒരാളെ കയറി എല്ലാവരും കൂടെ കയറി വളഞ്ഞടിക്കുന്നത് ശരിയൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ സഹായിക്കാൻ വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഫൈറ്റ് ആകുമ്പോൾ അങ്ങോട്ടും എല്ലാം ബാലൻസ്ഡായിട്ട് വേണം. നീയൊക്കെ എന്തുവാടേ കാണിക്കുന്നേ? ഞാനിവിടെ ഉമ്മയായിട്ട് വണ്ണോണം കളിക്കാൻ വന്നതാ. നീ എല്ലാം കൂടെ കയറി ഇവിടെ ഗാൻ ഫൈറ്റും അടിയിടിയും ബഹളം ഉണ്ടാക്കാനൊന്നും അല്ല ഞാനിവിടെ വന്നേ. ബോസ്, എനിക്ക് തോന്നുന്നില്ല ബോസിനിവിടെ ഒറ്റ കയറി വന്ന് ഉമ്മയെ അടിച്ചിട്ട് അങ്ങോട്ടങ്ങ് പോകാൻ പറ്റുമെന്ന്. അത്രയും പേര് അവിടെ നിൽക്കുമ്പോഴേ ഒരു നൈറ്റ് സ്കൂള് ഫുള്ള് റെഡിയായി നിൽക്കുക. നമ്മുടെ ഉമ്മയുടെ പിള്ളേരുടെ ഒരു അനക്കം കിട്ടിയ ഇങ്ങ് ഇറങ്ങും. കാളക്കൂട്ടങ്ങളും അല്ല അടിച്ച് കീർക്കാൻ വേണ്ടി എല്ലാത്തിനെയും. ശരി ജോജി, ഞാൻ നിൻ്റെ ഫൈറ്റിന് വേണ്ടി റെഡിയാണ്. വാ, 1-on-1 കളിക്കാം. അതുകൊണ്ട് ഞാനിവിടെ 1-on-1 കളിക്കാം. പക്ഷേ നീ എൻ്റെ ആൾക്കാരോടെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കളിക്കാം. നീ എന്നോട് 1-on-1 കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമില്ല. അവർ നിങ്ങളുടെ ഗ്യാങ്ങിനെ തൊടത്തോലുമില്ല. അയ്യോ, അവരുടെ ബോസ് എന്നാ സോഫ്റ്റാണ്. സ്വന്തം ഗ്യാങ് മെമ്പേഴ്സിനെ എപ്പോഴും ഇങ്ങനെ പൂട്ടി സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കും. ഇടിച്ചുറക്കടാ നിന്നെ നീ തുറന്നാൽ. അയ്യോ, ഇത് നേരത്തെ മറ്റവന്മാരല്ലേ? ഞാൻ വിചാരിച്ചമാർ വലിയ സംഭവം കാണുന്നു. അയ്യവന്മാർക്കെല്ലാം പേടിയാടാ. നിൻ്റെ മുഖം കണ്ടാൽ വിചാരിക്കും നീ ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ്. പക്ഷെ നിൻ്റെ സ്വഭാവം കൊച്ചു പിള്ളേരുടെ കാണാനൊരു ക്യൂട്ടിയെ പോലുണ്ട്. മിണ്ടാറാ, മതി. ബോസിന് ഇപ്പം തന്നെ 1v1 നിന്നോ? കാരണം ബോസിന് ഒന്നുമില്ല, രാത്രി ആവുന്ന പോലെ. മാത്രമല്ല, രാത്രി ആയി കഴിഞ്ഞ് ബോസ് അത്ര അടിച്ച് അവനെ മുഖമെല്ലാം ചളുക്കിയിട്ട് കഴിഞ്ഞ ശേഷം ബോസിനെ കാണാൻ പറ്റിയില്ല. എന്ത് മോശം അത്. അത് നമുക്ക് നാളെ ചെയ്താലോ? അല്ലടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണെ. അതെ. അല്ലെങ്കിൽ പിന്നെ നിൻ്റെ മുഖം എങ്ങനെ കാണുവള? എനിക്കൊരു ഐഡിയ കിട്ടി. നമ്മളെല്ലാവരും 1-on-1 ചെയ്യണം. അതൊരു അടിപൊളി ടൂർണമെൻ്റ് ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് വിളിച്ചാലോ? നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ തമ്മിൽ മാത്രം മതി, വേറെ ആരും വേണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നമ്മളെല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്യാൻ അതിൻ്റെ രസം കിടത്തുള്ളൂ. മമ്മിയാ, ഞങ്ങൾക്ക് നല്ല രസമായിരിക്കും ഫൈറ്റ് ചെയ്യാൻ. ഈ ഫസ്റ്റ് ഇയേഴ്സിന് പിന്നോട്ടെന്നുള്ള വാക്കുപോലും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഒരാൾ പെട്ടെന്ന് നമ്മുടെ ഹിരാക്കിയുടെ അടുത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറയും, എനിക്ക് ഹിരാക്കിയുടെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്ന്. ഇത് കണ്ട നമ്മൾ ഹിരാക്കി ഞെട്ടിപ്പോവും. സാക്കു, നീ? ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പം നമ്മുടെ ടീമെല്ലാം ഏകദേശം സെറ്റായി കാണും. എല്ലാ ടീമിനെയും കൂടെ ചേർത്തൊരു പടം നിങ്ങളെ കാണിക്കാം. സോ ഇത്രയും പേരാണ് ഈ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സാക്ഷാൽ ടച്ചിബാനയുടെ ഹോട്ടലാണ് ഗൈസ്. ഒരു എപ്പിസോഡെങ്കിലും ഇവിടെ കണ്ടില്ലെങ്കിൽ ശരിയാവത്തില്ല. കഴിഞ്ഞ് എല്ലാം തീർന്ന് ഇനി ഞാൻ എന്തോ ചെയ്യുമോ? എനിക്ക് പേടിയായിട്ട് വയ്യ. നീ എന്തിനെ കിടന്ന് കരയുന്നേ? മിണ്ടല്ല, നീ കൂടുതൽ ഉണ്ടാക്കിയുണ്ടല്ലോ. നീ ഒരു യുദ്ധം പോയി ഉണ്ടാക്കി വെച്ചതും പോലെ കൂടെ ചിലയ്ക്കുന്നാണ്ടില്ലേ വന്നേക്കുന്നവൻ. എൻ്റെ നേരെ നീ നടങ്ങിയിരി. എന്തായാലും നടക്കാനുള്ള നടന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ അവർ തോക്കുന്നുള്ള പേടിയൊന്നും എനിക്കില്ല. നിനക്കറിയാമല്ലോ നമ്മുടെ ഫോറിലെ പിള്ളേരുടെ പവർ. നിനക്കിത് മനസ്സിലാവത്തില്ല ടച്ചിബാന. ശരിക്കും നമ്മുടെ മമ്മിയെ ആണെങ്കിൽ ചോജിയുടെ അടുത്ത് തോറ്റു കഴിഞ്ഞാൽ ഫ്യൂറി പിന്നെ അവരുടെ ആവും. പിന്നെ മമ്മക്കൊന്നും ഇവിടെ ഇടവില്ല. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ആർക്കറിയാം. ഇത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേട്ടാരും ആണെങ്കിൽ നമ്മുടെ നീതിയെ നോക്കുന്ന കണ്ടോ ബ്രോ.
എടാ നീ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ പറയട്ടോ ഒന്നും ഒരു കാര്യമില്ല. നീ അതുകൊണ്ട് എൻ്റെ ആഹാരം അവിടെ നിന്ന് കഴിച്ചിട്ട് കൂളായിട്ടിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ല, നീ ഒരാരും വീക്കോ പവറില്ലാത്തവരൊന്നും അല്ല. വേറെ എല്ലാവരും പവർ നേരിട്ട് കണ്ടവരാ. പിന്നെ എന്തിനാ നീ കിടന്ന് പേടിക്കുന്നത്? ഇതേ ഞാൻ ആഹാരം കഴിച്ച് കഴിഞ്ഞു, ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. സാക്കുറ നീ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? നീ സംസാരിക്കാനും പെട്ടെന്നാ, നീ അടിക്കാനും പെട്ടെന്നാ, നീ ഇപ്പോൾ തിന്നാനും പെട്ടെന്നാ. അല്ലെ തന്നെ ഞാൻ ഇവിടെ വീട്ടിൽ നിന്നിനാ. ആ ഉമ്മിയും ഹരിയാഗിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അവർ ഇതുവരെ ഞാൻ കണ്ടില്ല. അല്ല എനിക്കിപ്പോഴും മനസ്സിലായത് നാളെ നമ്മളൊരു ഗ്യാങ്ങായിട്ട് അടിയിടാൻ പോവാം. ആൻഡ് സംസാരിക്കാൻ വേണ്ടി നമ്മളെ ലീഡർ വിളിച്ചത് ഈ ഹോട്ടലിലോ. എന്താടാ ഹോട്ടലിൽ കുഴപ്പം? ഇത്ര നാൾ നീ തിന്നപ്പൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഈ ഫോറിലെ ആൾക്കാർ എപ്പോൾ അടിക്കോ യുദ്ധത്തിനോ പോയാലും അതിൻ്റെ തലേന്ന് അവരിവിടെ വന്ന് കഴിച്ച് സെറ്റായിട്ടേ പോകത്തുള്ളൂ. പെട്ടെന്ന് നമ്മുടെ ഉമ്മയോട് സീരിയസ് ആയിട്ട് ഡോറ് തുറന്നതും പെട്ടെന്ന് പുള്ളിക്കാനെ കളി തമാശയിലേക്ക് മാറി. കൊറ്റോ ഹാ ഹാ എന്ന് പറയണ്ട. ഓ കൊറ്റ നിൻ്റെ മുടിയാണ് എന്തെന്തും ഭംഗിയാടി, നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ അന്നുകൊണ്ട് ആ ചെടിയില്ലായിരുന്നോ, 2 രൂപ വളർന്ന് ഇത്രയും വലുതായി. എനിക്ക് എന്തായാലും ഇത്തവണ നല്ലൊരു ക്രോപ്പ് കിട്ടും. നമ്മുടെ ഉമ്മയെ കാണിക്കുന്ന ഈ പരിപാടിയെല്ലാം കണ്ട് നമ്മുടെ സാക്കുറയ്ക്ക് ചെറുതായിട്ടൊന്ന് ബ്ലഷ് അടിക്കാൻ തുടങ്ങുന്നു, ചമക്കാൻ തുടങ്ങുന്നു. അല്ല വേറൊന്നുമില്ല കേട്ടോ, വേറൊന്നുമില്ല. അവൻ വെറും ഒന്ന് MC-യാ, വേറെ ഒന്നും വിചാരിക്കില്ല. മെയിൻ ക്യാരക്ടറാണ് അവനെ, വേറൊന്നും ക്രഷൊന്നുമില്ല അവളോട്. അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കല്ലേ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഇരാഗി പറയും, നിനക്കത് ഇതുവരെ അറിയത്തില്ലേ, നമ്മുടെ ഉമ്മിസായുടെ ഫേവറേറ്റാണ് നമ്മുടെ താച്ചിബാന എന്ന് പറയും, ഇല്ലേ നമ്മുടെ കൊറ്റോസ. ഫേവറേറ്റ് എന്ന് പറയുമ്പം ഉമ്മിസായുടെ ഗേൾ ഫ്രണ്ടാണോ കൊറ്റ? എടാ പൊട്ടാ, നീ ഫസ്റ്റ് ക്ലാസ് പൊട്ടനാ. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഹോമിൽ തന്നെ പഠിച്ചത്, ഏകദേശം ഒരു അനാഥാലയം പോലെ. അതുകൊണ്ട് തന്നെ ഈ ഒമിസ എന്നെ അവൻ്റെ ലിറ്റിൽ സിസ്റ്ററായിട്ടൊക്കെയാണ് കാണുന്നത്. ലിറ്റിൽ സിസ്റ്ററോ? പക്ഷേ നീ ഒമിസയുടെ ലിറ്റിലാണ്. അപ്പോൾ എൻ്റെ ഏജ് എത്ര ശരിക്കും? എടാ എനിക്ക് നിനക്ക് സെയിം ഏജാടാ. ഓ ചൈൽഡ് അല്ല. അവനിതൊക്കെ ചോദിക്കുന്ന കേട്ടപ്പരെ എങ്ങാണ്ട് എനിക്കൊരു ക്ലൂ അടിച്ചതാ. ഇപ്പം നമുക്ക് വാരി ഫോക്കസ് ചെയ്യാം ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ സാക്കുറ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ക്യൂച്ചാരോ ആണെങ്കിൽ കസാര വലിച്ചെറിഞ്ഞു. ക്യൂച്ചാരോ കസാര വലിച്ചെറിഞ്ഞൊരു നല്ല കാര്യമുണ്ട് ഗൈസ്. അപ്പുറത്ത് ഒമ്മിനിസായാണെങ്കിൽ ഇപ്പം പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞിരിക്കുക, ഇപ്പം കത്തുമെന്ന് പറഞ്ഞിരിക്കുക. അവിടെ നിന്ന് രക്ഷിച്ചതാണ് നമ്മളെ ഇറക്കാൻ. സാക്കുറ എന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ, നമ്മുടെ ടാച്ചിമാനൊക്കെയൊന്നും പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മിനിസ ഇവിടെ കിടന്ന് നശിപ്പിക്കും ഈ സ്ഥലം. അതാ ഞാൻ അന്ന് പറഞ്ഞത്. ഹരിയാഗി എന്ന് ആലോചിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഉമ്മയെ ചോദിക്കും, നീ എന്തി ആലോചിക്കുന്നത്, കഴിക്കുന്നില്ലെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഞാൻ സിസ്റ്ററിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ സാക്കുറ പെട്ടെന്ന് ചോദിക്കും, ഈ സിസ്റ്റർ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അതിന് നമ്മുടെ ഹരിയാഗി പറയും, അല്ല, അവർ നേരത്തെ വേറൊരു ടൈപ്പ് ടീമായിരുന്നു, ഇതേപോലെ അല്ലായിരുന്നു. അവർ ഭയങ്കര ദേഷ്യക്കാരൊക്കെ ആണെങ്കിൽ പോലും ഈ കൊച്ചു മിഡിൽ സ്കൂളിലെ പിള്ളേരായിട്ടൊന്നും അവർ അടിയിടാനും ബഹളം വെക്കാനൊന്നും പോകത്തില്ല. അതിലൊക്കെ ഡീസൻ്റായിരുന്നു. പണ്ട് ഫ്യൂറിനും സിസ്റ്ററിനും കൂടെ ഒന്ന് മുട്ടിയതാണ്. പക്ഷെ ആ മുട്ടയിൽ ഏകദേശം ഞങ്ങൾക്കതൊരു നല്ല ഫൈറ്റായിട്ട് തോന്നി. പക്ഷേ ഇനീഷ്യൽ ലീഡർ സ്ഥാനെടുത്ത് ജോജിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല ആ ഫൈറ്റ്. ഇന്ന് നമ്മുടെ അവിടെ കാണിച്ചൊന്നും പുതിയ സംഭവമൊന്നുമല്ല. ഞാൻ ഇതിനു മുമ്പ് പലയിടത്തും ഇതേപോലെ ജോജി കയറി ബഹളം ഉണ്ടാക്കുന്നതും വെറുതെ ഇവർ ഫൈറ്റ് വിൽക്കുന്നതും ഒക്കെയുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഈ ഹിസ്റ്റോറിയൻ്റെ മെയിൻ പവർ എന്ന് തന്നെ ഈ ജോജിയും പിന്നെ സെക്കൻഡ് കമാൻഡിങ് ലീഡറും ആകുക. എന്തായാലും എനിക്ക് ഇവരെ കുറിച്ച് ഇപ്പോൾ അധികമൊന്നും അറിയത്തില്ല. പക്ഷേ നാളെ എന്തായാലും അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് നമ്മൾ നാളെ സംസാരിക്കല്ലല്ലോ പോകുന്നത്, അടിക്കാനല്ലേ പോകുന്നത്. എടാ നമ്മൾ നമ്മുടെ എനിമീസായിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അടിയിൽ നമുക്ക് ഓരോ ഇതും മനസ്സിലാവും, അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. കുഴപ്പമില്ല, നാളെ എനിക്ക് മനസ്സിലായിക്കോളൂ. ഇപ്പം നമ്മുടെ മിഡിൽ സ്കൂളിലെ ചേർക്കല്ലേ, അവൻ്റെ പേരിടയ്ക്കിടയിൽ മറന്നു പോകാറുള്ളൂ. അപ്പം അവൻ പറയും, എനിക്കിങ്ങനോട് ശരിക്കും ഒരു താങ്ക്സ് പറയാൻ പറ്റിയില്ല. സോ ഞാൻ കാണിയുണ്ടായി വാറിന് ഫൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കാരണം താങ്ക്സും പറയുന്നു, സോറിയും പറയുന്നു. അതൊന്നും കുഴപ്പമില്ലടാ, നീ അതൊന്നും മനസ്സിലാക്കണ്ട, വിട്ടേക്ക്. ഞാൻ പറയും, ഞങ്ങളെ ബെസ്റ്റ് യൂസ് ചെയ്തോളാം. പിന്നെ നമ്മുടെ കോച്ചാരോ പറയും ഓക്കേടാ എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ സാക്കുറ മാത്രം ബ്ലഷ് അടിച്ച് വീണ്ടും അത് പിന്നെ നിനക്ക് വേണ്ടി ഒന്നല്ല ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഓക്കെ ഇതൊക്കെ അവൻ പറയും, എനിക്ക് ഒന്നും മനസ്സിലായി. ഏറ്റവും ലാസ്റ്റ് ആ പൊട്ടൻ അവള് തന്നെ പറഞ്ഞു കൊടുത്തു, എടാ നീ ശരിക്കും പറയേണ്ടത് ലീവ് ഇറ്റ് ടു മീ. അങ്ങനെ അവൻ പറയും, എടാ ലീവ് ഇറ്റ് ടു മീ.
അങ്ങനെ പിന്നെ അവർ ഹിസ്റ്റോറിൻ്റെ അന്ന് കണ്ട ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ അവർ പോയി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവനതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന വഴി നമ്മുടെ സാക്കുറ ആലോചിക്കും. അങ്ങനെ അവൻ ആദ്യമായിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടി അവൻ ഫൈറ്റ് ചെയ്യാൻ പോവുക. ഇത്രയും കാലം അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് അവൻ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അവനൊരു മിഡിൽ സ്കൂളോ ഇല്ലെങ്കിൽ അവൻ്റെ ഗ്യാങ്ങിന് വേണ്ടി അവൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ പിള്ളേർ വന്നപ്പോൾ തന്നെ ടോജിയും പിള്ളേരും എല്ലാം റെഡി ചെയ്യാൻ ഇപ്പോൾ ഉണ്ടാവും. വാ മക്കളെ വാ കടന്നു വാ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ പിള്ളേരും ഇതാ വെടുന്നളിയാന്ന് പറഞ്ഞ്. അങ്ങനെ ഈ സമയം ഭൂമിയെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിൻഡ് ബ്രേക്കർ എപ്പിസോഡ് 4 ഇവിടെ കൊണ്ട് തന്നെ എൻ്റെ ആവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഇനി നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ അടുത്ത എപ്പിസോഡ് കിട്ടത്തുള്ളൂ. സോ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. ഞാൻ റിയലി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ആൻഡ് എനിക്ക് പെട്ടെന്ന് തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വരുന്നുണ്ട്. എന്നാട്ടിലും എനിക്ക് ടോട്ടൽ 4K വ്യൂസ് കിട്ടിയിട്ടും കുറേ പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വിട്ടു പോകുന്നുണ്ട്. അവരോടെല്ലാം ഒറ്റക്കാര്യം പറയാനുള്ളൂ, പ്ലീസ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ എന്തായാലും തെറ്റ് തിരുത്തുന്നതായിരിക്കും. സോ ഇറ്റ്സ് മീ എക്സ്പ്ലെയിനർ മിസ്റ്റർ ആനിമൽ മല്ലു സൈനിങ് ഔട്ട്. ബൈ ബൈ.